താങ്ക് യു വെരി മച്ച്. എം ഐ ഓഡിബിൾ? എങ്ങനെയാണ്? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് ടൈപ്പ് ചെയ്യോ എല്ലാവരും? ക്ലിയർ ആണ്. ഓക്കെ. എന്തായാലും നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തിലാണ്, വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഇതിന്റെ കാരണം അറിയോ? സത്യത്തിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ കഴിയുക, അതും ഇന്നലെ സത്യത്തിൽ ഞാൻ മനോജ് ഭായനെ വിളിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 900 ദിവസം അടുപ്പിച്ച് നിർത്താതെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അത്രയും വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ദിവസം ഒന്ന് കുറച്ചേരം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് തീർച്ചയായിട്ടും ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോ ഞാൻ തുടങ്ങി വെക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം അറിയേണ്ടത്, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യോ, നിങ്ങൾ കാരണം ഇതിനകത്ത് കുറേ ആളുകൾ കാണുന്നുണ്ടെങ്കിലും എത്ര പേര് ലൈവായിട്ട് ഉണ്ട് എന്നൊന്നും അറിയാം. ഒന്ന് ടൈപ്പ് ചെയ്യോ ചാറ്റിൽ, നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് പേരൊന്ന് ടൈപ്പ് ചെയ്യൂ. ആബിദ, ഓക്കെ. അബ്ദുൽ ഖാദർ, ഹുസൻ, ഓക്കെ. നാഗേഷ്, രാധാകൃഷ്ണൻ, ഷബീർ, ഗീത ബായ്, ഓക്കെ. ഇത്ര പേരുള്ളൂ? 4 പേരല്ലല്ലോ, എത്രയോ പേര്. ഓക്കെ. മല്ലിക, ബിന്ദു, ഓക്കെ. ഉസ്മാൻ, ബീന, ഓക്കെ. ശ്രീചിന, ശിവദാസ്, അഭയം, മോഹൻ ബാബു. എനിവേ പാർവതി, ഓക്കെ. പാർവതി ഇന്ന് വന്നപ്പോ തന്നെ ആദ്യമായിട്ട് ഞാൻ കണി കണ്ടത് പാർവതിയിലെ. പാർവതിയോട് ഒരു ഹായ് പറഞ്ഞിട്ടാണ് ക്ലബിലേക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ. ശ്രീജ, ഓക്കെ. എനിവേ ഒരുപാട് പേരെ കണ്ടു, എല്ലാവരെയും പേരൊക്കെ കണ്ടു. അതിൽ പേരൊക്കെ ഞാൻ പുതിയ പേരാണ്, ആദ്യമായിട്ട് കാണുന്നതാണ്. ഓക്കെ. എന്നാൽ ഒരു കാര്യം കൂടി എനിക്ക് അറിയണം, എന്നിട്ട് വേണം തുടങ്ങാൻ വേണ്ടി. അതായത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ 4 കാറ്റഗറി ആൾക്കാരെ നമ്മൾ പറയുന്നുണ്ടാവും. ഒന്നുകിൽ അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഹൗസ് വൈഫ് ആയിരിക്കും, ഇതുമല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയാണെന്ന് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യും. ഏത് കാറ്റഗറി ആൾക്കാരാണ് നിങ്ങൾ? എന്നാലല്ലേ എനിക്ക് നിങ്ങളുടെ സംസാരിക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ടൈപ്പ് ചെയ്യോ. ജോബ് ചെയ്യുന്നുണ്ടോ, ബിസിനസ് ചെയ്യുന്നുണ്ട്? ഗീത ബായ്, ഓക്കെ. ജോബ് ചെയ്യുന്നുണ്ട്, ഓക്കെ. ഗുഡ്. ബിസിനസ് ആണ് അബ്ദുൽ ഖാദർ, ഓക്കെ. മല്ലിക, പെൻഷൻ ആണോ? ഗുഡ്. റിട്ടയർ ആയ ആൾക്കാരുണ്ട്, ഓക്കെ. ജോബ്, ഓക്കെ. പബ്ലിക് സർവന്റ് ആണ്, ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഓക്കെ. കഴിഞ്ഞോ? എല്ലാവരും ഒന്ന് ആക്റ്റീവായോ? കുറച്ച് സമയം നമ്മൾ ഇരിക്കുള്ളൂ. ജോബ്, അഡ്വക്കേറ്റ്, ജോബ്, ഓക്കെ. ജോബ് ചെയ്യുന്ന ആളുകൾ, ഓക്കെ. റിട്ടയർഡ് ബട്ട് സ്റ്റിൽ വെരി ആക്റ്റീവ്, സൂസൻ മാം. വെരി ഗുഡ്. അങ്ങനത്തെ ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എനിവേ എല്ലാ കാറ്റഗറികളും എനിക്ക് മനസ്സിലായി. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് മനസ്സിലായി. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളോട് എന്ത് ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം ഈ 900 ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടതല്ല. കാരണം ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിന്റെ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പൊ അധികം എല്ലാ ട്രെയിനിങ്ങളും എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇന്നൊരു പുതിയ സബ്ജക്ട് പറയാൻ വേണ്ടി പോവാണ്, അത് കേട്ടോ, അത് പഠിച്ചോ, അതാണ് ലൈഫിൽ സക്സസ്ഫുൾ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില ആക്ടിവിറ്റീസിലോടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ. എന്തായാലും ഞാൻ അതിലേക്ക് കിടക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടേ. ഓക്കെ. എന്റെ സൗണ്ട് ക്ലിയർ ആണോ അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. റൈസ് ആൻഡ് ഷൈൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഞാൻ പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. കാരണം എനിക്കറിയാം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് സമയം നമുക്ക് കൂടിയുള്ളൂ. സാധാരണ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും സമയമില്ല. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോവാം. ഒരു കാര്യം, globally over 80% of people regret not taking actions on their dreams when it's too late. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ 80% ആളുകളും അവർക്ക് വയസ്സാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ICUലാണ് സമയത്ത് അവർ ഈ ഒരു കാര്യം ആലോചിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ,
കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു, കുറച്ചുകൂടി നല്ല രീതിയിൽ റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്ത് പോവായിരുന്നു, കുറച്ചുകൂടി നന്നായിട്ട് സമ്പാദിക്കായിരുന്നു എന്നൊക്കെ വിഷമിച്ച് ദുഃഖിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളോട് പറയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഓരോ ദിവസവും ഏറ്റവും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഉറപ്പുവരുത്തുക, ഏറ്റവും നന്നായിട്ട് ഇൻകം ഉണ്ടാക്കുന്ന പറയാ, ഏറ്റവും നല്ല റിലേഷൻഷിപ്പുകൾ കീപ്പ് ചെയ്യുന്നത് പറയുക. ഇന്നത്തെ ദിവസം മരിച്ചു പോയാലും നമ്മൾ ഹാപ്പി ആയിട്ട് മരിച്ചു പോകണം. കാരണം ഇന്നലെ വരെയുള്ള ദിവസം ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എന്റെ സമയം ഉപയോഗിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ലൈഫാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ ആദ്യമേ പറയാം, എന്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തിലും ട്രെയിനിങ്ങും ക്ലാസ്സുകളും ഒന്നുമല്ല, മറിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. കാരണം അറിയാത്ത കാര്യങ്ങൾ ഒന്നും ഇവിടെ ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. 90% ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ ഹാവ് സ്ട്രോങ് ഹാബിറ്റ് ആൻഡ് കൺസിസ്റ്റന്റ് പ്ലാനിങ്. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഹാബിറ്റുകളും പ്ലാനിങ്ങുകളും ഉണ്ടാവും. ഒരിക്കലും അവർ തോന്നിയ സമയത്ത് എഴുന്നേൽക്കുന്നു, തോന്നിയ സമയത്ത് കെടുക്കുന്നു, തോന്നിയ സമയത്ത് ഉറങ്ങുന്നു, ഇങ്ങനെ ഒന്നുമല്ല. തോന്നിയ ഭക്ഷണം കഴിക്കുന്നു, വലിച്ചുവാരി കഴിക്കുന്നു, ഒന്നും. അവർക്ക് അവരുടെ ലൈഫിൽ കൃത്യമായിട്ടൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവും, ഒരു പ്രോപ്പർ ഹാബിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് 90% ആൾക്കാർ വിജയിക്കുന്നു പറയുന്നത്. നമ്മുടെ MA യൂസഫ് അലിക്കലെ ഒരാൾ നമുക്കറിയില്ല, ഇത്രയും തിരക്ക് പിടിച്ച 10-600 ലുലു മാളിന്റെ ഓണർ ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോഴും 2 നേരം എക്സസൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര തിരക്ക് പിടിച്ച ആൾക്കാരും അവരുടെ ഹാബിറ്റിൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും. അവർ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് 1, 2, 3, 4 ആയിട്ട് ചെയ്യണം. ഞാനിപ്പോ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ആക്ച്വലി വീൽ ഓഫ് ലൈഫ് എന്ന് പറയാം. സാധാരണ നമ്മൾ ഇതിനെ നമ്മുടെ ഫോറിൻ ക്ലബിന്റെ വീൽ ഓഫ് ലൈഫ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ സംഭവം എന്ന് പറയും. അപ്പൊ നിങ്ങൾ 8 ഘടകങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടാവും അല്ലെ? പേഴ്സണൽ ഗ്രോത്ത്, പ്രൊഡക്ടിവിറ്റി, ബിസിനസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ, സ്പിരിച്വാലിറ്റി, കമ്മ്യൂണിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഇതിനകത്ത് ഒരു ഇന്നർ സർക്കിൾ കണ്ടാവും, ഒരു യെല്ലോ ഇന്നർ സർക്കിൾ കണ്ടാവും. അത് ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ്. അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ജോബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ സമയത്തിന്റെ മാക്സിമം സമയം അവർ ഫോക്കസ് ചെയ്യുന്ന ഈ ബിസിനസ്സിലേക്കും അല്ലെങ്കിൽ ജോബിലേക്കും. അപ്പൊ രസമായ സംഭവം, നമ്മൾ ഈ ഫോറമിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ അവർ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ നായ്ക്കിരിക്കാൻ നേരമില്ല, നായ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവര് രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ വർക്ക് ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അവരുടെ പെട്ടിയിൽ എന്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ബാലൻസ് ഉള്ളത് വളരെ മിനിമം. ഇതാണ് ഏറ്റവും ദയനീയമായിട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ 24 മണിക്കൂർ വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടല്ല എന്തൊരു കാര്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് അവരെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേരോട് ബിസിനസ് എന്ന് പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബിസിനസ് തന്നെയാണോ ചെയ്യുന്നത് കൂടി ആലോചിച്ച് നോക്കുക. കാരണം അറിയോ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്കില്ലും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിനെ പറയുന്ന പേര് ഒരിക്കലും ബിസിനസ് എന്നല്ല, അതിനെ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നേ പറയാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ടൈമോ നിങ്ങളുടെ സ്കില്ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് വളരുന്നതെങ്കിൽ അതിനെ ബിസിനസ് വിളിക്കാൻ പറ്റില്ല, അതിനെ സെൽഫ് എംപ്ലോയ്മെന്റ് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ തന്നെ രാവിലെ പോകുന്നു, നമ്മൾ തന്നെ ഷട്ടർ തുറക്കുന്നു, നമ്മൾ തന്നെ അടയ്ക്കുന്നു, നമ്മൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഓപ്പറേഷൻസിൽ നമ്മൾ ഇടപെടുന്നു. മാത്രമല്ല അതിനിടയിൽ ചിലപ്പോൾ ആക്ച്വലി സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഈ രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സിനെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച ഒന്ന് മാറിക്കേണ്ടി വന്നു, ഒരാഴ്ച 2 ആഴ്ച ഒരു ട്രിപ്പ് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മാസം നമുക്കൊരു ചെറിയ ആക്സിഡന്റ് സംബന്ധിച്ചൊന്ന് ബെഡ് റെസ്റ്റ് എടുക്കും, ബിസിനസ് തകർന്ന് തരിപ്പണായി പോകും, അല്ലെങ്കിൽ ജോബ് തകർന്നു പോകും. അങ്ങനെ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഡർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. എന്താണ് ഇതാണ് നമ്മുടെ ഫോക്കസ്. ആക്ച്വലി ഇത് ഫോറമിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെങ്ങനെ പ്രോപ്പർ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർ ആക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഭാഗം ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ കുറെ അറിവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നേ ഉറപ്പല്ലേ? നമ്മളെല്ലാം പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത് അറിവുള്ളവൻ ഭയങ്കരമായിട്ട് വിജയിക്കുന്നു. തെറ്റാണ്, 100% തെറ്റാണ് ഞാൻ പറയും. എന്ന കാരണം അറിയോ, ഞാനിപ്പോ തെളിയിച്ചുതരാം, നിങ്ങളുടെ മുമ്പ് ഞാൻ തെളിയിച്ചുതരാം. അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ടായാലും കുഴപ്പമില്ല, കുറച്ച് സമയം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആക്ച്വലി നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെയധികം കൂടുമെന്നും നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുമെന്നും ശരീര സൗന്ദര്യം കൂട്ടാവുന്നു, വേണമെങ്കിൽ 100 വയസ്സ് വരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് കൂട്ടത്തിൽ? അയ്യോ സാറ് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തുപോയി, അതേ അങ്ങനെ സംഭവം ഉണ്ടായി എന്നൊന്നുമില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വേണ്ട, നിങ്ങൾ 900 ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത ആൾക്കാരല്ലേ, സംശയമൊന്നുമില്ലല്ലോ.
എത്രയധികം അറിവിന്റെ ഭണ്ഡാരമല്ലേ നിങ്ങൾ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഹാർട്ടിൽ അല്ലെങ്കിൽ നെഞ്ചിൽ ഒന്ന് ടച്ച് ചെയ്തൊന്ന് പറയാനുണ്ടോ? എത്ര പേര് ഇവിടെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? രാവിലെയോ വൈകിട്ടോ റെഗുലർ, ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ഉള്ളവരൊന്ന് യെസ് അടിച്ച്, ഇല്ലാത്തൊരു നോ അടിച്ച്. നോ അടിക്കാൻ മടിയൊന്നും വേണ്ട, നോ അടിക്കാൻ മടിയൊന്നും വേണ്ടേ, നോ അടിക്കാൻ ഒരു മടിയും വേണ്ട. അടിച്ചോ, ഒന്ന് കാണട്ടെ. യെസ്, ഓക്കെ, യെസ്, നോട്ട് റെഗുലർ, ഓക്കെ മുരളി, ഓക്കെ, ഓക്കെ, യെസ്. എന്തേ നോക്കായിരുന്നു വരാത്തെ? വരട്ടെ, എന്താ കുഴപ്പം? ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല. നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയുന്നത് എന്താ കുഴപ്പമേ? ആരെന്ത് പറയാം? ഓക്കെ, നോട്ട് റെഗുലർ, ഓക്കെ, ഓക്കെ. ബാക്കിയുള്ളവരൊക്കെയോ? ബാക്കി ഇവിടെ 10-35 പേര് ഉണ്ടല്ലോ, ആകെ 4-5 പേര് മാത്രമേ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ആരും ചെയ്യുന്നില്ലെന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ നോയാണോ? ഓക്കെ, 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 ഓക്കെ. ആഴ്ചയിൽ 5 ദിവസം ഫിക്സിന്. ഓക്കെ. ഇവിടുത്തെ ഒരു സംഭവം കണ്ടില്ല, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഈ ചെറിയൊരു ഗ്രൂപ്പിൽ പോലും ആക്ച്വലി 90-10 ആണ് പേഴ്സണേജ്. ആകെ ഒരു 10% ആളുകൾ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ളവർ ചെയ്യുന്നതേ ഇല്ല. അപ്പൊ എന്താ പ്രശ്നം? എന്താ? അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ? ഇല്ലല്ലോ, അറിവില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഞാൻ ചോദിക്കുക, എന്താ നിങ്ങളുടെ കാഴ്ചപ്പാട്? ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് വന്നു, ഓക്കെ, ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, അല്ലെങ്കിൽ അത്ര കൂടി, അപ്പൊ ഡോക്ടർ പറയാണ് ഓക്കെ, ഇനി മുതൽ നിങ്ങൾ നടക്കണം കേട്ടോ, എല്ലാ ദിവസവും രാവിലെ നടക്കും. അത് പറയാൻ കേൾക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്? അതിനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇനി ഓക്കെ, ഇനിയിപ്പോ കുറച്ചുകൂടി സീരിയസ് ആയി വന്നു, ഒരു ബ്ലോക്ക് ഒക്കെ വന്നു, സ്റ്റെഡ് ഒക്കെ ഇടേണ്ടി വന്നു, അപ്പൊ ഡോക്ടർ പറയണം ഇനി നടന്നേ പറ്റൂട്ടാ ജീവിതത്തിൽ എന്ന് പറയാൻ വേണ്ടി കേട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് ചെയ്യാൻ പിന്നെ വേറെ ആർക്കുണ്ടാവാനാ? അതല്ലേ സത്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു ഭാഗം മുഴുവൻ തളർന്ന് കിടക്കാന്ന് വിചാരിച്ചോ, ആ പൈസക്ക് എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതിനകത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ പറയും. എന്താ പ്രശ്നം? ബിസിനസ്സിൽ വളർന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് ചെലവാണില്ല, പല 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 കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്താ വെച്ചാല് ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റിൽ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഹെൽത്ത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. അതിന് ഒരു അരമണിക്കൂർ രാവിലെയോ വൈകിട്ടോ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊരു സമയം ഉണ്ടായിട്ടും കാര്യം. കുറെ നമ്മൾ പണം ഉണ്ടാക്കി അവസാനം പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണം മുഴുവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഹെൽത്തിന്റെ കാര്യം കോംപ്രമൈസ് ഇല്ല, നിർബന്ധം. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഈ ചോദ്യം ക്ലബിലാണ് ചോദിച്ചതെങ്കിൽ അതിനകത്ത് 95% ആൾക്കാരും നിർബന്ധമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം അത് ഇത് മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, അടുത്തൊരു കാര്യം റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ തീവ്രമാക്കണം നമ്മൾ. ഇനി കണ്ട പ്രശ്നം. ഓക്കെ, ഇനി ബന്ധങ്ങൾ തീവ്രമാക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ സത്യത്തിൽ ഈ ബന്ധങ്ങൾ തീവ്രമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താ വിചാരിക്കും, ബന്ധങ്ങൾ അതൊക്കെ ഓട്ടോമാറ്റിക് നടന്നോളുന്നേ. നമ്മുടെ വീട്ടിൽ കുട്ടികളില്ലേ, ഓക്കെ, കുട്ടികൾ, അപ്പൊ നമ്മൾ വിചാരം എല്ലാം നേടാം, കറക്റ്റ് അവർക്ക് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട്, അവർ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഒന്നുമില്ല കേട്ടാ. ഈ കുട്ടികളുടെ വിചാരം എന്താ അറിയോ? അവരുടെ വിചാരം ഈ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലൊക്കെ ആ പാരന്റ്സിന്റെ കടമയാണെന്നുള്ളത്. അതൊന്നും അവർക്ക് യാതൊരു വാല്യൂ. അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടോ? എത്ര സമയം നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഒരു ദിവസത്തിൽ? ഇതില്ലാതെ വേറെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് കുറെ വലുതായി, അന്ന് അഞ്ഞ് വാ മക്കൾ എന്തൊന്ന് വർത്താനം പറയാൻ പറഞ്ഞാൽ അവർക്ക് നിങ്ങളൊരു പട്ടിയുടെ വില ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് സമയം കൊടുക്കാൻ പറ്റുമോ? ഫാമിലിയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് ആ റിലേഷൻഷിപ്പ്, അത് ബോണ്ടിങ് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ടാവുക. അത് നമുക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല, അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. രണ്ടാളും മൊബൈൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരുന്നിട്ട് കാലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് ഓരോ ദിവസത്തെ വിശേഷങ്ങളും പങ്കുവെക്കാൻ വേണ്ടി പറ്റുമോ? വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ പേരൻസിന്റെ കാര്യം എങ്ങനെയാണ്? പേരൻസിനെ നിങ്ങൾ നോക്കാറുണ്ട്. ചിലപ്പോൾ പേരൻസ് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. അവരുടെ മൈൻഡ്, അവർ അമ്മയെ സുഖമാണോ, ചായ കുടിച്ചോ, എന്ന് ഇത് പറയലല്ലാതെ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളെയും കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ? അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ നമ്മുടെ ക്ലബ്ബിൽ ഒരു ജിമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മുടെ ക്ലബ്ബിൽ പ്രത്യേകിച്ച് എല്ലാ മാസത്തിലും ആദ്യത്തെ ദിവസം ആ മാസത്തേക്കുള്ള ഗോൾ സെറ്റ്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് രാവിലെ 5 മണി, നമ്മുടെ പ്രോഗ്രാമിലൊക്കെ രാവിലെ 5 മണിക്ക്. അപ്പൊ രാവിലെ ഇരുന്നിട്ട് ട്രെയിനിങ്. അപ്പൊ ഞാനും ഇങ്ങനെ പറയുന്നുണ്ടാവും, എല്ലാവരും എഴുതുന്നുണ്ടാവും, അവർ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജിമ്മി എന്ത് ചെയ്തു, അപ്പൊ ഗോൾ എന്ന് പറയുന്ന ബിസിനസ് ഗോൾ മാത്രമല്ല, ബിസിനസ് ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, എല്ലാ ഗോളുകളും ഉണ്ടാവും. അപ്പൊ അതിനകത്ത് റിലേഷൻഷിപ്പ് ഗോളിൽ ആളൊരു കാര്യം എഴുതി വെച്ചു.
എന്നിട്ട് ആ മാസം കഴിഞ്ഞപ്പോൾ ആളത് പറഞ്ഞു, ഗ്രൂപ്പിൽ പറഞ്ഞു, ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കരമായി സന്തോഷമുണ്ടായ കാര്യം. എന്താ സംഭവം എന്ന് അറിയും? ആൾക്കൊരു 83 വയസ്സായിട്ടുള്ള അമ്മയുണ്ട്. അമ്മ വീട്ടിൽ കെടുപ്പാ. അപ്പൊ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആളെല്ലാ അമ്മയെ കഴിക്കില്ലേ, അമ്മ കറക്റ്റ് ഭക്ഷണം കഴിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു ആളുടെ. നമ്മുടെ ക്ലബിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇത് ഇമ്പോർട്ടൻസ് അറിയും. ആൾ എന്ത് ചെയ്യുന്ന അറിയും? ആള് ഒരു ദിവസം ആളുടെ കാറിൽ അമ്മേനെയും കയറ്റി ഇരുത്തി പെങ്ങളെയും വൈഫിനെയും ഒക്കെ ബാക്കിലും വെച്ചിട്ട് ആളെന്ത് ചെയ്തു? പതുക്കെ കാറിൽ ആ ടൗണിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ചു. അയ്യോ, എന്തോ ഒരു സന്തോഷമായിരുന്നു അമ്മയ്ക്ക് അറിയോ. അത് ചുറ്റോട്ടുള്ള ബന്ധു വീടുകളൊക്കെ പോയി, അവിടെ ഒന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കാറിൽ വന്നിട്ട് അമ്മയെ കണ്ടോളും. പക്ഷെ ആ അമ്മ ഒരു തവണ ഈ പഴയ പഴയ ആ റോഡുകളിലൂടെയും ആ ടൗണിലൂടെയും ഒക്കെ ഒന്ന് കറങ്ങി. കാരണം വർഷങ്ങളായിട്ടുണ്ടാവും അമ്മ വീടിന്റെ പുറത്തിറങ്ങിയിട്ട്. അപ്പൊ അപ്പൊ എന്നിട്ട് അതിന്റെ ഒരു ചിരി, ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ അത് പറഞ്ഞ മറ്റൊരു കേസിന് ഈ പറഞ്ഞ സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ നിങ്ങളുടെ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും, സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അവർ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നേ, പറയുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നേ. അതൊക്കെ അങ്ങ് വിട്ടുകളാ. നമുക്ക് ഒരു 10-5 വർഷം കൂടെ ജീവിക്കാനില്ല. ആകെ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു പോയി, ഒരു പകുതി ഉള്ളൂ. അപ്പൊ ആ പകുതിയിൽ മറ്റുള്ളവരായിട്ട് പക, വിദ്വേഷം, വെറുപ്പ് ഇതൊന്നും വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മാത്രമല്ല അതിന്റെ പ്രശ്നം എന്ന് പറയുമോ, നമ്മൾ മറ്റുള്ളവരെ പറ്റി പക, വിദ്വേഷമൊക്കെ വെക്കുന്ന സമയത്ത് ആ ഹോർമോൺസ് മുഴുവൻ, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്. നമ്മുടെ ശരീരമാണ് ഇത് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. അവരത് അറിയാൻ കൂടി ഉണ്ടാവില്ല. അപ്പൊ എന്തിന് മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ ബോഡി നമ്മൾ കേടാക്കണം? അതുകൊണ്ട് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് കളയാൻ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കാനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ അതും റിലേഷൻഷിപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എപ്പോഴും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമുണ്ട്. അതിന് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് കേട്ടോ. അതായത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് എല്ലാ മാസത്തിലും ഒരു ചെറിയ തുക, ഒരു നിശ്ചിത തുക എല്ലാ മാസത്തിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ സേവിങ്സ് ആയിട്ടോ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്? യെസ് ആയ ആൾക്കാർ യെസ് അടിക്കുക, അല്ലാത്തൊരു നോ അടിക്കുക. യെസ് ആയ ആൾക്കാർ യെസ് അടിക്കുക, അല്ലാത്തൊരു നോ അടിക്കുക. യെസ്, യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. യെസ്, യെസ്, ഓക്കെ, ഓക്കെ, യെസ്, യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, യെസ്, ഓക്കെ, ഗുഡ്, യെസ്, ഓക്കെ, 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 യെസ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെയോ നോ ഉള്ളൊരു നോ പറയട്ടോ. യെസ് മാത്രമല്ല, എനിക്ക് നോയും കാണണേ. കാരണം തെറ്റ് പറ്റും നമ്മൾ സമ്മതിക്കാൻ നമ്മൾ തയ്യാറാവണേ. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. നമുക്ക് മാറ്റം നമ്മൾ തന്നെ നമ്മുടെ തെറ്റ് എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് വെക്കുക. യെസ്, എനിക്ക് മാറ്റം എന്നുള്ളത്. ഓക്കെ, 30% morally. Okay, great. Great. ഓക്കെ, അപ്പൊ എന്നാലും ഇവിടെയും നമ്മൾ കണ്ട കാഴ്ച നമുക്കറിയാം. നോ പറയുന്ന ആൾക്കാർ നോ പറയാനുള്ള മടി കൊണ്ടാണ് ഈ പറയുന്നത് നോ പറയാത്തത്. പക്ഷെ എനിക്കറിയാം അതിനകത്ത് ആക്ച്വലി ഇപ്പോഴും ഒരു 70-80% ആൾക്കാർ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അല്ല, എന്താണ് ഇതിന്റെ പ്രോബ്ലം എന്ന് അറിയോ? നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ചോദിക്കാൻ ഒരാളോട് എന്തുകൊണ്ട് നിങ്ങൾ പൈസ ഒന്ന് മാറ്റി വെക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ എന്താ ആൻസർ പറയാൻ അറിയോ? അവർ പറയുന്ന ആൻസർ, സാറേ അതിന് മാത്രമുള്ള ഇൻകം വരണ്ടേ, ഇവിടെ ചെലവ് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് മാറ്റിവെക്കാൻ ഒന്നുമില്ലെന്ന് പറയും. അങ്ങനെയല്ല കണക്ക്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള സേവ് ചെയ്ത്, ബാക്കിയുള്ള എടുത്തിട്ട് ചെലവഴിക്കാണെന്ന് റൂള് പറയാം. എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു 30,000 സാലറി ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചത്. ഓക്കെ, ആ 30,000 സാലറി ഉള്ള വ്യക്തിയാണെങ്കിൽ ഒരു മാസത്തിൽ അതിനകത്തുനിന്ന് ഒരു 3,000 രൂപ നിങ്ങളുടെ കമ്പനി പറയാണ് ഒന്നും തക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഒരു 3,000 രൂപ അതിനകത്ത് മാറ്റി വെച്ചു. ഇത് പറഞ്ഞിട്ട് പറയുന്നത്, ഇപ്പൊ ഗൾഫ് വാർപ്പ് നടക്കണം, ഇനി മുതൽ നിങ്ങൾക്ക് 27,000 രൂപ നിങ്ങൾക്ക് സാലറി ഉള്ളൂ എന്ന് കമ്പനി പറഞ്ഞു വിചാരിച്ചോ? നിങ്ങൾ എന്താ ചെയ്യുക? ഇമ്മീഡിയറ്റ് ആ കമ്പനി അങ്ങ് വിട്ടിട്ട് വേറെ പോവും. വേറെ ജോലി കിട്ടിയിട്ട് വേണ്ടേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓട്ടോമാറ്റിക് ആ 3,000 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും സൂക്ഷിക്കും. അതല്ലേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 3,000 വരുന്നത് മിച്ചുണ്ടല്ലോ. നിങ്ങളൊരു 20 വർഷം മുമ്പ് ഒരു 3,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ? ഒരു 3,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ? അത് കുറച്ച് കഴിഞ്ഞിട്ട് സാലറി കൂടിയ സമയത്ത് ചിലപ്പോൾ ഒരു 5,000 വെച്ചിട്ട് ആയി വിചാരിച്ചോ? ഈ 20 വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും അറിയോ? ഏറ്റവും മിനിമം 50 ലക്ഷം മുതൽ 75 ലക്ഷം രൂപ വരെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 50 ലക്ഷം രൂപ ഇരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം ഹാപ്പി ആയിരിക്കും നിങ്ങളല്ലേ? പക്ഷെ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് എപ്പോഴും മാറ്റി വെച്ചേ പറ്റൂ. എന്തിനാ മാറ്റി വെക്കുന്ന അറിയോ? പലപ്പോഴും നിങ്ങൾ പറയും, ഓക്കെ എന്തിനാ പൈസ സേവ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ വീട് വെക്കാനുണ്ടാവും, ഹൗസ് ലോൺ ഉണ്ടാവും, അല്ലാതെ കുട്ടികളുടെ മാരേജ് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ വേണ്ടി വരും. സമ്മതിച്ചു. ഞാൻ പറയുന്നതിനെ കുറിച്ചിട്ട് ഒന്നുമല്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു 70 വയസ്സ് കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കുക?
അതായത് ആ സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതും കൂടി പറയാനുണ്ടോ? കാരണം ഇപ്പൊ നമ്മുടെ ക്ലബിലുള്ള 73 വയസ്സായിട്ടുള്ള കരുണാകരനുണ്ട്. ചേട്ടന് 73 വയസ്സാണ്, സബ് കളക്ടറായിട്ട് റിട്ടയർ ആയിട്ടുള്ള. അപ്പൊ ആള് ഇപ്പൊ 72ാമത്തെ വയസ്സിൽ മുമ്പ് സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതുപോലെ വേറൊരു വ്യക്തി ഓമന ചേച്ചി ഉണ്ട്, 73 വയസ്സാണ്. ആള് ഗവൺമെന്റ് മീൻസ് സ്കൂളിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം പിന്നെ എറണാകുളത്ത് വെറുതെ തമാശക്ക് എറണാകുളത്ത് LIC പോയിട്ട് ജോയിൻ ചെയ്ത് അവസാനം എറണാകുളത്തെ ഡിവിഷന്റെ ഏറ്റവും ടോപ്പാണ്. 302 പോളിസിയാണ്. ഓൾ കേരളയിലെ മൂപ്പരാണ് നമ്പർ 1. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിച്ചാല് അങ്ങനത്തെ വളരെ എനർജറ്റിക് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതിനെ കുറിച്ചിട്ടല്ല. സാധാരണ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഒരു 70 വയസ്സ് കഴിയുമ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്ന് വിചാരിച്ചോ. ഇനിയിപ്പോ ആയുസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തൊരു 10 വർഷം 5 വർഷം നിങ്ങൾ ജീവിക്കണം. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ പോണേ? ആ സമയത്ത് നിങ്ങളുടെ പേരക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ നിങ്ങളെ മോന്റെ കയ്യിൽ നിന്നോ മോളുടെ കയ്യിൽ നിങ്ങൾ കൈനീട്ട് മേടിക്കുമോ? അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ? ഇനി അതുമല്ല, നിങ്ങൾക്കൊരു അസുഖം വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് മക്കളപ്പുറത്ത് പറയുന്നത്, ഓ അച്ഛനെ ഇപ്പോ റൂമിലാക്കേണ്ട കാര്യമുണ്ടോ, വാർഡിലാക്കിയാലും പോരെ, ഇത്ര പൈസ വെറുതെ ചെലവഴിക്കണോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് സുഖം ഉണ്ടാവും? ഇല്ലേ? അല്ല, ഇനി പറയാണ്, ഓക്കെ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഹോം നേഴ്സിന്റെ ആവശ്യമില്ല, അപ്പുറത്തെ വീട്ടിൽ ചേച്ചിനെ വിളിച്ചാൽ പോരെന്ന് അപ്പുറത്ത് നിൽക്കുന്ന മക്കൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ടുള്ള പൊന്നോമന മക്കളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം ഉണ്ടാവും? ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പോണേ, അതിന് വേണ്ടിയിട്ട് അസറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ കുറെ ലേഡീസിന്റെ കണ്ടു ഞാൻ, അവരോടൊക്കെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ അറിയോ? നിങ്ങളുടെ അച്ഛൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്വത്ത് ഒരു ഗോൾഡ് രൂപത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ലേ? അത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാരണത്തിനകത്ത് വിൽക്കരുത്. അതിനകത്ത് വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ കൊണ്ട് പണയം വെച്ചോ, പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഉറപ്പുള്ള പണയം മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്തിനാ കാരണം അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ ഗോൾഡിന്റെ വില 1 ലക്ഷം രൂപയാ. അതെന്തായാലും ഒരു 10 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം ആവും. നിങ്ങളുടെ കയ്യിൽ ഒരു 10 പവൻ ഉണ്ടായാൽ മതി. 10 പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് 20 ലക്ഷം രൂപ അസറ്റ് ആയിട്ട് മാറും ഭാവിയിലേക്ക്, ഇല്ലേ? അതായിരിക്കും നിങ്ങളുടെ വാല്യൂ. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം അസറ്റ് വാല്യൂ. മക്കൾക്ക് ഒരു വിഷമവും ഇല്ലാതെ നിങ്ങളെ നോക്കാനും എന്ത് കാര്യത്തിനും ഏറ്റെടുത്ത് ചെയ്യാനുള്ള അസറ്റ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമായിരിക്കും. അതൊരിക്കലും വിട്ട് കളയരുത്. ഞാൻ പറഞ്ഞ പോയിന്റ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാനിപ്പോ ഇത് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. അതായത് മണി മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. മണി മാനേജർ അന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലബിലുള്ള എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആ മണി മാനേജർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ദിവസത്തെ നമ്മുടെ കണക്കുകൾ, എക്സ്പെൻസും ഇതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻകം എക്സ്പെൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഏതൊക്കെ സെഗ്മെന്റിൽ എത്രയൊക്കെ പൈസയാണ് നമ്മൾ ചെലവഴിക്കുന്നത് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്ത മാസത്തുള്ള ബഡ്ജറ്റുകൾ തീരുമാനിക്കാൻ പറ്റും. എവിടെയാണ് എന്റെ അനാവശ്യമായിട്ടുള്ള പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എനിക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക, ഇതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ അത് വളരെ സഹായമാവും. അതൊന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ചർച്ചിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ 100% എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം ഡെയിലി. എന്താണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമ്മുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക, പ്ലസ് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് അതിനകത്ത് ചില പ്രോസസ്സ് നടന്നു പോകുന്നുണ്ടാവും. ഒന്ന് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, നമ്മൾ ഫോർഗീവ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ താങ്ക്സ് കൊടുക്കുന്നുണ്ടാവും. മാത്രവുമല്ല അതോടൊപ്പം നമ്മൾ അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാവും, ഫ്യൂച്ചറെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളൊരു 10 മിനിറ്റ് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ 82% കുറയും. ഞാൻ പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. റെഗുലർ ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി എന്ത് ചെയ്യുക? നമുക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്, മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ഭയങ്കര സഹായമാണ്. ഇത് ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. എല്ലാ ദിവസവും അത് ചെയ്യുന്ന ഉറപ്പ് വരുകയും ചെയ്യുക. ഇനി അടുത്തൊരു പാർട്ടാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതല്ല, കുറച്ച് നമ്മൾ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കുക കൂടി വേണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന എമൗണ്ട് എത്ര ആയിക്കോട്ടെ, അതിന്റെ ഒരു ചെറിയ പേഴ്സൺ എത്രയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, അത് നമ്മുടെ സമൂഹത്തിൽ എന്തിനു വേണ്ടി കൊടുക്കാം? നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, എന്തിനായാലും കുഴപ്പമില്ല. അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, അടുത്തായിട്ട് എനിക്കൊരു ചോദ്യമുണ്ട്. അതാണ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്? യെസ് ഉള്ളൊരു യെസ് അടിക്കുക, നോ ഉള്ളൊരു നോ അടിക്കുക. Yes. Abida, yes. Okay, Peter. Okay. Yes. 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 Okay.
ഇതെനിക്കറിയാം. ഇതിനകത്തുള്ള ഭൂരിഭാഗം പേര് യെസ് ആയിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ആ പേഴ്സണൽ ഗ്രോത്ത് കിട്ടുന്നതുകൊണ്ടാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ വളരെ 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 നല്ല കാര്യമാണ്. എന്താ കാരണം അറിയോ? ഞാനിപ്പോ ഈ പറയുന്ന വാചകം നിങ്ങൾ കേട്ടോ. ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് യു ആർ ഔട്ട്ഡേറ്റഡ് എന്ന് പറയും. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. നമ്മുടെ നാട്ടിൽ പണ്ടൊരു കാർ ഉണ്ടായിരുന്നു, അംബാസഡർ കാർ, ഓർമ്മയുണ്ടോ? കിങ് ഓഫ് ദ റോഡ് എന്ന് അറിയപ്പെട്ടിരുന്ന കാറാ. നമ്മുടെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ സഞ്ചരിച്ചിരുന്ന കാറാണ് അംബാസഡർ കാർ. നമ്മളൊക്കെ പണ്ട് ഈ തിയേറ്ററിലേക്കൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ 10 പേര് 12 പേര് 15 പേരൊക്കെ അട്ടയിട്ടിട്ട് പോണ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാർ ഇപ്പൊ സങ്കല്പിക്കാൻ പറ്റും. 10 പേരും 15 പേർക്ക് ഒരുമിച്ച് പോണ ഒരു കാർ ഇല്ലല്ലോ. പക്ഷെ എന്ത് പറ്റി? അംബാസഡർ കാർ അവിടെ പോയി. അത് കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. സംശയങ്ങളൊന്നുമില്ല. നോക്കിയ ഫോൺ ഓർമ്മില്ല. 70,000 എംപ്ലോയീസ് ഉള്ള പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഈ സാംസങ് വേണം, വിവോ വേണം, ആപ്പിൾ വേണം ഒന്നും പറയില്ല. നോക്കിയ തന്നെ അവിടെ ഉള്ളൂ. ആകെ അവിടെ 2210 1230 നമ്മുടെ നമ്പറുകളാ പറയുക. എന്താ കാരണം പറയൂ? അത്ര വലിയ കമ്പനിയായിരുന്നു നോക്കിയ. ഇന്ന് അവിടെ പോയി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാലം അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. AI ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്, ഹൈ സ്പീഡാണ്. അപ്പൊ അതിനോടൊപ്പം കാലത്തിനോടൊപ്പം സഞ്ചരിച്ചില്ലാണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ള ഒരു സംശയം വിചാരിക്കണ്ട. അപ്പൊ ആ കാര്യത്തിൽ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, 4ാമത്തെ ഭാഗം ഇതാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറയും? 24 മണിക്കൂർ വർക്ക് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? അങ്ങനെയല്ല നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ നേരം പണിയെടുക്കുന്ന ആളാണോ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടാവുക? അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചേട്ടൻ രാവിലെ 8 മണി മുതൽ ചിലപ്പോൾ വൈകിട്ട് 5 മണി 6 മണി വരെ പണിയെടുക്കുന്നുണ്ടാവില്ലേ? ആളാണോ ഏറ്റവും കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഈ എപ്പോഴും നമ്മുടെ വർക്കുകൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റാൻ പറ്റും, എങ്ങനെ ഓർഡർ ആക്കി മാറ്റാൻ പറ്റും, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ഒരു ഭാഗം. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് ഫോറേൻ ക്ലബിന്റെ വീൽ ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയാം. അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അയാൾ കുറെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. അയാൾക്ക് ബിസിനസ് ഉണ്ടാവണം, ലൈഫ് ഉണ്ടാവണം, ഹെൽത്ത് അയാൾ നന്നായിട്ട് നോക്കുന്ന ആളായിരിക്കണം, റിലേഷൻഷിപ്പ് നന്നായിട്ട് നോക്കുന്ന ആളായിരിക്കും, കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടന്നെടുക്കുന്ന ആളായിരിക്കണം, അയാൾക്ക് നല്ല സ്പിരിച്വാലിറ്റി, നല്ല ബോധം ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒരാളുടെ പരിപൂർണമായിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത്ര നേരം പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ആക്ച്വലി എന്റെ പേര് ഷൈജു എന്നാണ്, ഷൈജു കാരയിൽ. സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ബിസിനസ് മേഖലയിലുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു 10-30 വർഷമായിട്ട് ബിസിനസ് മേഖലയിലുണ്ട്. ഒരുപാട് കമ്പനികളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആകെ 2 വർഷമാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരു കമ്പനി മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ബിസിനസ് തന്നെയായിരുന്നു. അപ്പൊ അതിനകത്ത് വലിയ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഉദാഹരണമായിട്ട് ഏറ്റവും അവസാനം ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ ഫോർമോസ്റ്റ് ട്രേഡിംഗ് കോൺട്രാക്ടിങ് കമ്പനി MD ആയിരുന്നു. എനിക്ക് 40ഓളം എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ആക്ച്വലി 2-3 മില്യൺ ടേൺ ഓവർ ഉള്ള കമ്പനിയുടെ ഇതൊക്കെയായിരുന്നു. അപ്പൊ ആക്ച്വലി കോവിഡിന് മുമ്പാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. കാരണം നാട്ടിൽ തിരിച്ചെത്താൻ കാരണമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി, എന്റെ പാഷൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അതിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് അവിടെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് പിന്നെ നാട്ടിലെത്തി, നാട്ടിൽ സെറ്റിലായി. അങ്ങനെ നാട്ടിൽ ഞാൻ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇതൊക്കെ ആക്ച്വലി പല സ്ഥലങ്ങളിൽ നടക്കുന്ന ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെയാണ്. ഇതൊക്കെ പല സ്ഥലങ്ങളിലുള്ള ട്രെയിനിങ്ങുകളൊക്കെയാണ്. ഇതിപ്പോ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ, അത് JCA ഫോട്ടോ ആണത്. ആ JCA ഞാൻ ആക്ച്വലി എനിക്ക് ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയ സമയത്ത് ഷൈൻ ടി ഭാസ്കറിനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും വേണമെങ്കിൽ. എനിക്ക് തോന്നുന്നു മനോജ് ഭായി അതിനകത്ത് ഉണ്ടോ, ഫോട്ടോയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇനി അവിടെ വെച്ചിട്ട് അപ്പൊ അന്ന് തന്നെ ആദരിച്ചിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് അത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, ഇതിപ്പോ ദുബായ്, ഖത്തർ വാങ്ങുകളൊക്കെ ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള നടത്തിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ആക്ച്വലി 1000-2000 ട്രെയിനിങ്ങിൽ ടോട്ടൽ കരിയറിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെനിക്ക് ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഇത് വ്യാപാരി വ്യവസായി ജില്ലാ ഏകോപന സമിതിയുടെ ലീഡേഴ്സിന് വേണ്ടിയിട്ട് മാത്രം 2 ദിവസം ഫുൾ ഡേ നീണ്ടുന്നിട്ടുള്ള പ്രോഗ്രാം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് 2 ദിവസം ഫുൾ ഡേ ഞാൻ തന്നെയായിരുന്നു നടക്കുന്നത്. അതായത് വയനാട് ചേർന്നിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഞാൻ ഈ വലിയ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1000-ലധികം ആളുകളൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ, പാരന്റിങ് ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ആ താഴത്ത് റൈറ്റ് സൈഡിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞത് തൃശ്ശൂരത്തെ മറ്റേ പോലീസ് അക്കാഡമിയിൽ പോലീസുകാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. 1000-700ഓളം പോലീസുകാരുണ്ട് അതിനകത്ത് ഇരിക്കുന്നത്. അത് അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ട്രെസ് ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതായത് മൈൻഡ് ട്രെയിനിങ് ആയിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയ്ക്കാണെങ്കിലും എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, സാർ ഈ ട്രെയിനിങ്ങിൽ സാർ ഫുൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അല്ല എന്ന് പറയുന്നത്. എന്താ കാരണം പറയും? കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞാൽ അവർ ആൾക്കാരുടെ ഭയങ്കര ആവേശത്തിൽ യെസ് സാർ ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യും, അടുത്ത മാസത്തിൽ എന്റെ ടേൺ ഓവർ ഇത്രയാവും, ഞാൻ 1 കോടിയുടെ ടേൺ ഓവർ എത്തും, അടുത്ത ഒരു വർഷം കൊണ്ട് 10 കോടി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനാ, ഭയങ്കര ആവേശ. എന്ത് സംഭവിക്കുന്നറിയോ?
അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അതേ സ്ഥലത്ത് തന്നെ വേറൊരു ട്രെയിനിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പഴയ ആൾക്കാരിൽ കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് വന്ന് സാറേ ഒന്നും പറയണ്ട സാറേ, അത് ഞങ്ങൾ അന്ന് അത് സാറിന്റെ ക്ലാസ് ഒക്കെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തു തുടങ്ങി. പക്ഷെ എന്താ പറയൂ, പിന്നെ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. നമ്മള് പഴയ ലെവലിലല്ല നമ്മളായി ജീവിതത്തിൽ. ഇത് കേൾക്കുമ്പോ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അത് ട്രെയിനർ എന്നുള്ള എന്റെ കുഴപ്പമല്ല, നിങ്ങളെല്ലാം നിങ്ങൾ അറിയും നിങ്ങൾക്ക് എന്തുമാത്രം ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്താവും അല്ലെ, എന്തുമാത്രം നോട്ട് ഉണ്ടാവും. നിങ്ങളിപ്പോ 900 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ എത്ര ബുക്കുകൾ നിങ്ങൾ എഴുതി നടത്തിട്ടുണ്ടാവില്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആക്ച്വലി ഈ ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൂടെ ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കാര്യമില്ല, മറിച്ച് എന്താ അതിൽ നിന്ന് എന്ത് നമ്മുടെ ലൈഫിലോ നമ്മുടെ ജീവിതത്തിലോ അപ്ലൈ ചെയ്യുന്ന അപ്പം മാത്രമല്ല ഇന്നത്തെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ട്രെയിനിങ്ങിലൂടെ എന്താവും ഗുണമുള്ള കുറെ ബുക്സ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊരു 10-200ഓളം ബുക്ക് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ, ആ ബുക്കുകൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ അതിനകത്ത് ഒരു കാര്യം പോലും ഞാൻ എന്റെ ജീവിതത്തിലോ എന്റെ ബിസിനസ്സിലോ എന്റെ ജോലിയിലോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അറിയുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പക്ഷെ ഈ ഒരു സംഭവം വന്ന സമയത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായത് നമ്മുടെ കോവിഡിന്റെ സമയത്താണ്. കോവിഡിന്റെ സമയത്ത് ഞാനും എന്റെ 2 ഫ്രണ്ട്സും കൂടി സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബാണ് ഈ 4 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് രാവിലെ 4 മണിക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ആ കോവിഡിന്റെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമായി കിടന്നു പറഞ്ഞാൽ ഒരു പണിയില്ല, 10 മണി 11 മണിക്ക് എത്തിയാൽ മതി. ആ സമയത്താണ് ഈ 4 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സംഭവം അറിയോ നിങ്ങൾക്ക്, അത് തുടങ്ങിയിട്ട് ആദ്യം താമസിയാതെ 7000 മെമ്പേഴ്സ് വന്നു അതിനകത്ത്, 15 രാജ്യങ്ങളിലായിട്ട്. ഒരു വലിയ മിറാക്കിളായിരുന്നു, അത്ഭുതമായിരുന്നു ആളുകൾക്ക് മുഴുവൻ. കാരണം രാവിലെ എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കുന്നു, പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് അയക്കുന്നു, ഭയങ്കര ഹല്ലബുല്ല, അടിപൊളി. അന്ന് ഒരു പേപ്പർ വന്നിട്ടുള്ള കട്ടിങ്സ് ആണ് ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കണ്ടിട്ടിരിക്കുന്നത്. ഇനിയും കുറെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാത്രമല്ല അന്ന് എന്ത് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം ട്രെയിനിങ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സെയിം പ്രോസസ് അല്ലേ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സെയിം പ്രോസസ് എല്ലാ ദിവസവും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം കേരളത്തിൽ അന്ന് അറിയപ്പെടുന്ന ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരാൾ പോലും നമ്മുടെ പ്രോഗ്രാമിൽ വരാണ്ടിരുന്നിട്ടില്ല. അത്രയും ട്രെയിനിങ്ങുകൾ നടന്നിട്ടുണ്ട് അതിനകത്ത്. മാത്രമല്ല ഈ ട്രെയിനിങ് പ്രത്യേകിച്ചാൽ ഒരു പ്രോഗ്രാമിന് നമുക്ക് സൂമിലൊക്കെ മാക്സിമം 1000 പേരെ കപ്പാസിറ്റി ഉള്ളൂ. പക്ഷെ ഇത് ഇത്രയധികം ആൾക്കാർ വരുന്ന കാരണം കൊണ്ട് എപ്പോഴും ഇത് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫുള്ളാവും. പിന്നെ വരുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു വിഷമമാണ്, സാറേ കയറാൻ പറ്റില്ല എന്നുള്ള വിഷമം. അത്രയും ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ മുഴുവനും അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും വരികയും ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല അതേ സമയത്ത് തന്നെ നമ്മൾ 4AM യൂത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു കൂട്ടായ്മ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1500ഓളം കുട്ടികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഒരു 40ഓളം ടീച്ചർമാർ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാം. എല്ലാ ദിവസവും ഈ കുട്ടികൾക്ക് രാവിലെ തന്നെ ടാസ്കുകൾ കൊടുക്കും. ആ ടാസ്കുകൾ അവർ വൈകിട്ട് ആകുമ്പോഴേക്കും ആ ടാസ്കുകൾ എടുത്ത് അവർ ചെയ്യും. അങ്ങനെ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലായിരുന്നു കംപ്ലീറ്റ്. അങ്ങനെ ആക്ച്വലി അന്നത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഗംഭീര സെലിബ്രേഷൻ ആണ് കുട്ടികളുടെ. കാരണം പലരും സൂമിൽ ഇരുന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് ഡാൻസ് ഇട്ടിട്ട് കളിച്ചിട്ടൊക്കെ പറഞ്ഞു അത്ര അടിപൊളി പ്രോഗ്രാമുകളായിരുന്നു. മാത്രമല്ല ഇതിന്റെയൊക്കെ ഒരു സക്സസ് ഞാൻ കണ്ടപ്പോഴെന്ന് അറിയോ, ഇപ്പൊ ഈ ഒരു മോളെ നിങ്ങളിപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. കാരണം 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒരു പാവം കുട്ടിയാണ്. പക്ഷെ അന്ന് നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഓരോ ദിവസവും ഈ കുട്ടിക്ക് അത് ടാസ്കുകളുണ്ട്. ഈ വീഡിയോയിൽ ഒരു പ്രസന്റ് ചെയ്യണം. 50 ദിവസം അടുപ്പിച്ച് ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർക്ക് അവാർഡൊക്കെ കിട്ടും. ഈ കുട്ടിയൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ ടാസ്കുകൾ ചെയ്ത് അവാർഡൊക്കെ കൊടുത്തിട്ടില്ല. ഈ കുട്ടിയെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇവളുടെ പേര് ഫാത്തിമ മിൻഹ എന്നാണ്. ഇന്ന് അവൾക്ക് 4,69,000 ഫോളോവേഴ്സ് ആണ്. അപ്പൊ ഓരോ വീഡിയോസും മില്യൺസ് വ്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം അറിയോ. കാരണം ഇവിടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ പാർട്ടാവാൻ, അല്ലാണ്ട് ഇപ്പൊ നമ്മള് വളർത്തി വലുതാക്കിയൊന്നും നമ്മൾ അവകാശമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു പാർട്ടാവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ ഈ മോൻ ശ്രീകുട്ടൻ, ഇവൻ ആദ്യം വന്ന സമയത്തുള്ള ഇതാണ്. പിന്നെ അവൻ ഫ്ലവേഴ്സ് ചാനലിൽ പാട്ട് പാടുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്നിട്ട് അവൻ പാട്ട് പഠിക്കുന്നതല്ല കേട്ടാ. അവർക്ക് അവരുടേതായിട്ട് ഇഷ്ടം പോലെ കഴിവുകളുണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് നമുക്കൊരു കൃത്യമായ ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുത്തു. രാവിലെ മുതൽ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഓർഡർ ആക്കിയിട്ട് ലൈഫ് കൊണ്ടുപോകണം എന്നൊരു ഓർഡർ ആക്കി കൊടുത്തതാണ്. അതുപോലെ ഇവനെ നോക്കി അതൊക്കെ ഇവന്റെ സംഭവിച്ചാൽ ഇവൻ ആദ്യം വന്നതാണ് ആദ്യത്തെ ഫോട്ടോ. ഇവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ചെയ്യേണ്ട ഒരു പ്ലാറ്റിനം 30 എന്നൊരു പ്രൊജക്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവന് ബുക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടം, കുഞ്ഞു ബുക്കുകളൊക്കെ എഴുതാൻ ഇഷ്ടം. അങ്ങനെ ആദ്യത്തെ ബുക്ക് എന്റെ അടുത്ത് പബ്ലിഷ് ചെയ്തതാണ് ആദ്യത്തെ ഫോട്ടോ. എറണാകുളത്ത് വെച്ച് ഞങ്ങളൊരു പ്രോഗ്രാം നടന്നിരുന്നു അതിൽ വെച്ച്. രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ഇന്ന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പയ്യനാണ് അവൻ. എന്തൊരു സന്തോഷം നമുക്കല്ലേ. ഇത് ലൈഫിൽ ഒരു വലിയൊരു കാര്യമല്ലേ. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്നാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടായോണ്ടോ ട്രെയിനിങ് ഉണ്ടായോണ്ടോ ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. മാറ്റം ഉണ്ടാവണമെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം.
അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വലിയൊരു സക്സസ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് വാസ്തവം. പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ 2 ക്ലബും, ഈ 4AM ക്ലബും ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന 4AM യൂത്ത് ക്ലബ് ഇന്ന് ആക്റ്റീവ് അല്ല. 2 ക്ലബും ആക്റ്റീവ് അല്ല. എന്താ കാരണം അറിയോ? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇന്നത്തെ ആളുകൾ എടുത്തിരുന്നത് കംപ്ലീറ്റ്. അപ്പൊ ഈ ഫ്രീ ആയിട്ട് ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്ത് പോകാവുന്ന ഒരു സ്ഥാനത്തിന് ഒരു വാല്യൂം ആരും കൊടുക്കുന്നുണ്ടാവില്ല. മാത്രമല്ല ഈ വരുന്ന ആൾക്കാരിൽ എല്ലാ ആൾക്കാരും ഈ ഒരു മിഷനുമായിട്ട് അലൈൻ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കില്ല. അവരവിടെ വന്നിട്ട് അവർക്ക് അവരുടെ വേറെ വല്ല പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനോ വേറെ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കൊണ്ട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പോകും. സ്വാഭാവികമായിട്ടും 4AM ക്ലബിൽ അങ്ങനെ കുറേ മെസ്സേജുകളും കാരണം വന്നപ്പോൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. OQP, ഓൺലി ക്വാളിറ്റി പീപ്പിൾ തുടർന്ന് കോൺസെപ്റ്റ് കംപ്ലീറ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നാലോ നമ്മൾ ഈ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്കൊന്നും ഒരു വരുമാനവും ഇതിനകത്തുന്നില്ല. കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രൊഫക്റ്റ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കാനോ ഒന്നിനും നമുക്കും പറ്റാണ്ടായി പോയി. അങ്ങനെയാണ് ഇത് രണ്ടും ഡൗൺ ആയി പോയത്. പക്ഷെ അന്ന് മുതലേ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, എന്റെ ലൈഫ് ഇനി മുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കും. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ടീം വേണം, എനിക്കൊരു ഗ്രൂപ്പ് വേണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീം സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ പേരാണ് 4AM ബിസിനസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമാണ്. എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ബിസിനസിന്റെ പേരെന്ന് മാത്രമല്ല, ബിസിനസ്സുകാർ മാത്രമൊന്നുമല്ല, എല്ലാ കാറ്റഗറി ആൾക്കാരും ഉണ്ടാവും. ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിരാവിലെ എഴുന്നേറ്റിച്ച് കൃത്യമായിട്ട് അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ടാക്കി കൊടുത്ത് ഓരോ ദിവസവും അവരുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിലോ അവരുടെ ജീവിതത്തിലോ 10x എങ്കിലും വളർച്ച ഉണ്ടാക്കി കൊടുക്കുക. മാത്രവുമല്ല അവരുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ സമയം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് ഇത് വന്നത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഇതിന്റെ ഉദയം തുടങ്ങിയത്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര സമയം കൊണ്ട് 750ഓളം മെമ്പർമാർ ഇപ്പൊ നമുക്കുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ സബ്ജക്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് 2 സീക്രട്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ലൈഫിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള 2 സീക്രട്സ്. കാരണം സമയം കുറവുകൊണ്ടാണ് ഞാൻ വെറും 2 സീക്രട്ട് ഇല്ല. അതിന് എത്ര സമയം നോക്കട്ടെ. ഓക്കെ, 2 സീക്രട്ടിനെ കുറിച്ച് പറയാം. ഒന്നാം സീക്രട്ട് ഇതാണ്: മോർണിംഗ് റുട്ടീൻ ആൻഡ് എഫക്റ്റീവ് ഹാബിറ്റ്സ്. ഇത് ലൈഫിൽ പഠിച്ചോളൂ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് റുട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാൻ വളരെ 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 എളുപ്പമാണ്. അതായത് രാവിലത്തെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ തലച്ചോറിലൂടെ ആക്ച്വലി ഒരു 60,000-നും 70,000-നും ഇടയിലെ ചിന്തകളാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചങ്ങോട്ട് നേരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയി, ഒരുപാട് മെസ്സേജുകളായി, ഒരുപാട് ഫോൺ കോളായി. രാവിലത്തെ സമയം നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. പക്ഷെ ഇന്ന് വെച്ച് ഇമ്മീഡിയറ്റ് പോയിട്ട് 4 മണിക്ക് എഴുന്നേൽക്കാൻ ഒന്നും ഞാൻ പറയില്ല. ഒരു 5 മണിക്കൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തൂടെ? എപ്പോഴും രാവിലെ എഴുന്നേൽക്കാനല്ല ബുദ്ധിമുട്ട്, രാത്രി നേരത്തെ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. രാത്രി നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക, എന്നിട്ട് രാവിലെ നേരത്തെ അങ്ങോട്ട് എഴുന്നേൽക്കുക. അങ്ങനെ എഴുന്നേറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് അത് വെറുതെ എഴുന്നേറ്റിരിക്കാന്നുള്ളതല്ല, അല്ലെങ്കിൽ എന്നിട്ട് വീണ്ടും ചാറ്റ് എടുത്തിരിക്കാന്നല്ല, മൊബൈൽ തൊടാനേ പാടില്ല. മറിച്ച് കൃത്യമായിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കി ആ റുട്ടീൻ എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ മിറാക്കിൾസ്, അത്ഭുതങ്ങൾ ഉണ്ടാവും. എനിക്ക് 100% സാക്ഷ്യം പറയാൻ പറ്റുന്ന കാര്യം അറിയും. കാരണം ഇന്ന് നമ്മുടെ ക്ലബിലുള്ള ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ ഇതിനെ കൺകുലുക്കെ കാണുന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരാഴ്ച കൊണ്ടൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? ഒരു ലേഡി ആണെന്ന് വിചാരിച്ചോ, അവർക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവില്ല, ഒരു വീഡിയോയിലോ ഒരു പ്രസൻസോ വീഡിയോ ഒന്നുമില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ അവർക്ക് ഒരു അവസരം കിട്ടുകയാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് പോകേണ്ടത്, കൃത്യമായിട്ട് ഒരു ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ള ഒരാൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരാളെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. ഒരാഴ്ച ആകുമ്പോൾ സൗണ്ട് എനിക്ക് കേൾക്കില്ല. മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ വന്നതിന് ശേഷം. അതിൽ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ, കാരണം ഞാൻ ഇതുവരെയും ഒരു വീഡിയോ എടുക്കുകയോ സംസാരിക്കുകയോ വീഡിയോ കോളിൽ പോലും ഒരാളോട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ 4AM ബിസിനസ് ക്ലബ്ബിലെ 10 ഡേ വീഡിയോ ചലഞ്ചിൽ 6 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ നല്ലൊരു കോൺഫിഡൻസ് വന്നു. സംസാരിക്കാനുള്ള മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നു.
കാരണം നല്ലൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ 6 ദിവസത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാറ്റം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ 2026 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതുവരെ വന്ന വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഒത്തുചേരാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. നമ്മളുടെ പോലെ സ്വപ്നങ്ങൾ കണ്ട് അതിലേക്ക് നടന്നെടുക്കുന്നവരോടൊപ്പം കൂടെ ഒന്നിച്ചു ചേർന്ന് നടക്കുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്നു. അതിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെ ചെയ്താൽ അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും നമുക്ക് ഷൈജു സാർ തരുന്നുണ്ട്. അതിൽ ഒരു ദിവസത്തെ സമയം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നും അത് മുതൽ ഒരു വർഷത്തേക്കിന് നമ്മളുടെ ഗോളുകൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്ന് വരെ സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമ്മുടെ സ്കൂൾ അനുഭവങ്ങളിൽ നിന്ന് പോലും നമുക്കൊരു സാമ്പത്തിക ഭദ്രത എങ്ങനെ നിലനിർത്തണമെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഇന്നും ഒരുപാട് EMIകളും കടക്കണികളുമായിട്ട് ഒരുപാട് മനുഷ്യരുടെ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു സാറിനെ ഇങ്ങനെ ഒരു അപൂർവമായി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം സാറിനെ പോലെ ഒരാൾക്ക് എല്ലാവർക്കും നേരിട്ട് സാറിൻ്റെ ഒരു സമയം കൊടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ്. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയുള്ളൂ. പക്ഷേ ആ 24 മണിക്കൂറിൽ ഓരോരുത്തരുടെയും പേഴ്സണലായി കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട ഗൈഡ് കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയർത്തി അവരുടെ ലക്ഷ്യത്തിലേക്ക് നടത്താൻ സാറ് ശ്രമിക്കുന്ന ആ ഒരു വലിയൊരു നന്മയാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് സാറ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലെങ്കിലും സാറിനെ എവിടുന്നെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയാൽ, സാറിൻ്റെ 4AM ക്ലബ്ബിൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു തടസ്സവും കൂടാതെ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ആ 4AM ക്ലബ്ബിലേക്ക് സാർ മ്യൂട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൈഫിൽ മാറ്റം വരുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ചെറുതായിട്ടെങ്കിലും ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റുമോ? അവിടെയാണ് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവുണ്ടാവും. ഇപ്പൊ ഞാൻ ഒരാളെയാണ് കാണിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു 100 പേര് 200 പേര് ഞാൻ കാണിച്ചു തരാം. അധികം ആൾക്കാർ അവരൊക്കെ പക്ഷെ മാറ്റം ഉണ്ടാവണം എന്റെ ട്രെയിനിങ് ക്ലാസ്സൊന്നും ഞാൻ പറയില്ല. അവരെല്ലാവരും ചിട്ടയായിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ ശൈലി മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് ഒരു കാര്യം കൂടി പറയുന്നത് പവർ ഓഫ് കമ്മ്യൂണിറ്റി. ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, പവർ ഓഫ് കമ്മ്യൂണിറ്റി. കാരണം എനിക്ക് ഈ ക്ലബ്ബിൽ മനോജ് ഭായി വിളിച്ചപ്പോൾ വരാനുള്ള ഏറ്റവും വലിയ സന്തോഷം ഇതൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ്. കാരണം JCA കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. JCA എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി പുറത്തു നിന്ന ഒരാൾ നോക്കുക എന്താ, ഒരു 35,000 മുതൽ ഒരു 50,000 വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഒരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. അത് കൂടാണ്ട് എല്ലാ വർഷത്തിലും അതിന്റെ ഒരു ഡ്യൂസ് ആയിട്ടൊരു എമൗണ്ട് എല്ലാ വർഷത്തിലും കൊടുത്തുകൊണ്ടിരിക്കണം. അതിനകത്ത് എന്താ കിട്ടുക? എല്ലാ വർഷത്തിലും ഒരു 3-4 ട്രെയിനിങ് ഉണ്ടായിരിക്കും, കുറെ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവും, കുറെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരുന്നേ? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. കാരണം ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് വളരാനും ഒരുമിച്ച് ചിന്തിക്കാനും ഇഷ്ടം പോലെ. അതുകൊണ്ടല്ലേ JC ഇത്രയും പടർന്നു പന്തലിച്ച്. നമുക്ക് ലയൺസ് ക്ലബ്ബ് അറിയില്ലേ, നാട്ടിലുള്ള വലിയ ആൾക്കാരൊക്കെ ലയൺസ് ക്ലബ്ബിൽ വരും. എന്തിനാ? അവർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. BNI നിങ്ങൾക്ക് അറിയില്ല, ബിസിനസ് നെറ്റ്വർക്കിംഗ്. അയാൾക്ക് എല്ലാ വർഷത്തിലും 30,000-50,000 വെച്ച് കൊടുക്കണം, എല്ലാ വർഷത്തിലും. എന്നിട്ട് ആൾക്കാർ എന്തിനാ വേണ്ടി പോകുന്നത്? കാരണം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് സെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒറ്റ കാര്യം, നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അവരെല്ലാ ദിവസവും നടക്കും, ഓട്ടം വെച്ചിട്ട് നിങ്ങളെ വിളിച്ചിട്ട് പോകും. അതല്ലേ കുഴപ്പം? നിങ്ങൾക്ക് എല്ലാ ദിവസവും പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര മടിയാന്ന് ചോദിച്ചോ, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാം, ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെയാണ് കമ്മ്യൂണിറ്റി പറഞ്ഞത്. കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട്, അത് കൃത്യമായിട്ട് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രത്യേകിച്ചും ഇതിന്റെ സംഘാടകരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു സാധനം, കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
അതിന് വലിയൊരു വാല്യൂ ഉണ്ട്. കാരണം ഇപ്പൊ ആക്ച്വലി 2000 പേരോളം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല. പക്ഷേ ഇതിന്റെ ഒരു എക്സ്പീരിയൻസോട് ഞാൻ പറയാണ്, ഇതിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആപ്പിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഈ ഫോറൻ ക്ലബിന്റെ ആപ്പ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ കാണിച്ചിരുന്നത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഘടനയായിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നത്, ഇത് നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാ കാലത്തും നിലനിൽക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എല്ലാ കാലത്തും പരസ്പരം കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ആപ്പ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ആക്ച്വലി ഒരേ സമയത്ത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാനത് ലാപ്ടോപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ല, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ പ്രോഗ്രാമാണിത്. നമ്മുടെ വെബിനാറുകൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഉണ്ടാവുക. അത് മോർണിംഗ് സെഷനാണ് ഉണ്ടാവുക, മോർണിംഗിൽ ഉണ്ടാവുക. അപ്പൊ അത് 5 മണിക്ക് ഉണ്ടാവും. 5 മണിക്ക് ഇരിക്കുമ്പോൾ ആളുകൾ കണ്ടാവും എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഇതും 2 ദിവസം മുമ്പത്തെയാണ്. കാരണം വെച്ചാൽ ഒരു 3 സെഷൻ, 75 പേരോളം രാവിലെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആയിരിക്കും ആലോചിക്കുക. അപ്പൊ അങ്ങനെയാണ് ക്ലബിൽ ഇത് അതിന് മുമ്പത്തെ പ്രോഗ്രാമാണ്. കണ്ടില്ല, 9 ഡേയ്സിന്റെ മുമ്പത്തെ അന്നത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇതാണ്, ഒരു സ്ക്രീൻഷോട്ട് ഇതാണ്, ഒരു സ്ക്രീൻഷോട്ട് ഇതാണ്. അപ്പൊ ആക്ച്വലി ഒരു 100-110 പേര് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 75-80 പേരും വീഡിയോ ഓൺ ചെയ്ത് വളരെ എക്സൈറ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കണ്ടില്ലേ ഇവിടെ ലെഫ്റ്റ് കണ്ട ഹാപ്പി മോർണിംഗ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം ആപ്പിൽ പോയിട്ട് ഹാപ്പി മോർണിംഗ് അടിക്കുക എന്നുള്ളതാണ്. 5 മണിക്ക് മുമ്പ് ഹാപ്പി മോർണിംഗ് അടിച്ചു കഴിഞ്ഞാൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം ഇപ്പൊ അവസാനിപ്പിക്കാൻ പറ്റുന്നത് പോയി. ഓക്കെ, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു അവാർഡ് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ അവാർഡ് കിട്ടും. അതിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ അപ്പൊ എല്ലാ ഹാപ്പി മോർണിംഗ് മെസ്സേജ് അപ്പൊ അവർക്ക് എല്ലാ ദിവസവും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ, ഓരോ വ്യക്തിയും പുതുതായിട്ട് ക്ലബിലേക്ക് വരുമ്പോൾ അവർ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യും. അപ്പൊ പിന്നീട് വരുന്ന ആളുകൾക്ക് എന്താണ്, ഈസി ആയിട്ട് ഒരാളെ കണക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പോയാൽ മതി, അയാൾ എടുത്താൽ മതി, ഓട്ടോമാറ്റിക് അയാളെ ഇല്ല. അപ്പൊ എത്ര പേര് ഇപ്പൊ എന്താ കുഴപ്പം വെച്ചാൽ വാട്സപ്പിലെ കൂട്ടായ്മ എന്താ കുഴപ്പം വെച്ചാൽ ഈ പുതിയ വരുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല, പഴയ ആൾക്കാർ ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, വരുന്ന ആൾക്കാരെ മുഴുവനും നമുക്ക് നേരിട്ട് കാണാനോ അവർ ആരാണ് എന്താണെന്ന് കിട്ടാനും കിട്ടും. അതേപോലെ ഇതിനകത്ത് പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ട് ഇതിനകത്ത്. ഇത് കണ്ടില്ലേ, അതായത് ഇത് ഈ 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് ഉണ്ട്. അതായത് വീഡിയോ പ്രസന്റേഷൻ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ചലഞ്ച് ആണ്. 10 ദിവസം കൊണ്ട് 100 വീഡിയോസ് ചെയ്യണം. ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇത് മുഴുവൻ അവർ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോ അതിന്റെ റിസൾട്ട് ആണ് അത് വരുന്നത്. അപ്പൊ റിസൾട്ട് വരുന്ന സമയത്ത് കാണാം എല്ലാവരും കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്നത്. ഇതിപ്പോ ഡോക്ടർ അബ്ബാസ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ENT സ്പെഷ്യലിസ്റ്റ് ആണ് തിരൂരിലെ. ഓരോരുത്തരും അതിന്റെ ക്ലബിൽ ഓരോരുത്തരും വീഡിയോസ് സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ്. അങ്ങനെ ഓരോരുത്തർ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒക്കെ ക്ലബിൽ ഇതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാനിപ്പോ സമയമില്ല, ഞാൻ കാണിച്ചിരുന്നില്ല. ഓക്കെ, എനിവേ അങ്ങനെയുള്ള വീഡിയോസ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വെബിനാറിന്റെ ഏത് വെബിനാർ കഴിഞ്ഞാലും നമ്മുടെ ഇതിനകത്താണെങ്കിൽ ഒരു 10-27 പേരെങ്കിലും അതിന്റെ ഫീഡ്ബാക്ക് ചെയ്യും. ആ വെബിനാർ കഴിഞ്ഞാൽ ആ വെബിനാർ എന്തായിരുന്നു, അതിനകത്ത് എന്താ കിട്ടിയത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർ ഉൾപ്പെടുത്താൻ വേണ്ടി പോകണം, ഇതിനെ കംപ്ലീറ്റ് വെബിനാർ ഫീഡ്ബാക്ക്. സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അവരുടെ ലൈഫിൽ എന്ത് സക്സസ് ഉണ്ടായാലും, ഇതിപ്പോ കഴിഞ്ഞ ദിവസം മരിയ ഒരു 1 lakh പോയിന്റ് നേടിക്കൊണ്ട് സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അതുപോലെ സക്സസ് സ്റ്റോറീസ് മുഴുവൻ പങ്കുവയ്ക്കുന്ന സ്ഥലമാണ്. അക്കൗണ്ടബിലിറ്റി സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബിലുള്ള മറ്റുള്ളവർക്ക് എന്ത് ആവശ്യമുണ്ട്, നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനും നിൽക്കും. ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വാട്സപ്പ് പോലത്തെ അല്ലെ ഫേസ്ബുക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിനകത്ത് നമ്മുടെ ഫാമിലി ഫോട്ടോസും നമ്മുടെ യാത്രകളും നമ്മുടെ ഫാമിലി എന്റർടൈൻമെന്റ് എല്ലാം ഇതിനകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അപ്പൊ ഇങ്ങനത്തെ ഒരു ആപ്പിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് പോയിന്റ് സിസ്റ്റം ഉണ്ടാവും. ഇതിനകത്ത് വരുന്ന ഏതൊരു വ്യക്തി എന്ത് ചെയ്താലും അവർക്ക് പോയിന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഇതിനകത്തുള്ള ഓരോ കോഴ്സ് കംപ്ലീറ്റ് കണ്ട് ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ ഇതിനകത്തുള്ള കോഴ്സസ് ആണ്. എല്ലാ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റിൽ ഒരു 10-70ഓളം ട്രെയിനിങ് സെഷൻസ് അത് റെക്കോർഡ് ചെയ്ത് ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പൊ അതിൽ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് എടുക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അത് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്യുന്നു, അതിനകത്ത് ഇപ്പൊ ഡോപ്പമൈൻ എടുത്തു, അത് ജസ്റ്റ് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ആ വീഡിയോ പ്ലേ ആവും. കണ്ടില്ല, ഇപ്പൊ ഞാനത് വീഡിയോ ഇതായിട്ട് ചെയ്യുന്നില്ല, ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓരോ വീഡിയോ എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും സപ്പോർട്ടുകളും ഒക്കെ നമുക്ക് പുറമെ ഇതിപ്പോ ഈ എത്രയോ ട്രെയിനിങ് ഉണ്ടെങ്കിലും ആ ട്രെയിനിങ്ങൾ മുഴുവൻ നമുക്ക് ഒരു ഓർഡർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരാൾക്ക് എടുക്കാൻ കഴിയും. ഇപ്പൊ പ്രാക്ടിക്കൽ AI സൊല്യൂഷൻസ്, ഇതിനകത്ത് എവർഗ്രീൻ ലേണിംഗ് സർ ഇതേവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ നിങ്ങളിത് യൂട്യൂബിലല്ല സേവ് ചെയ്യുന്നത്,
അതിന് പകരമായിട്ട് ഇത് ആപ്പിൽ തന്നെ ഉണ്ടാവും. കൃത്യമായിട്ട് ആ മാർച്ച് മാസത്തിൽ ഏതൊക്കെ സബ്ജക്റ്റിലാണ് പ്രസന്റേഷൻ, ഓരോ ആഴ്ചയിൽ പുതിയ പുതിയ സബ്ജക്റ്റിലാണ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയ്യോ എന്തോ പറഞ്ഞല്ലോ ആരോ അറിയില്ല. ഓക്കെ, ഞാൻ കാണിച്ചത് മാത്രമല്ല. അപ്പൊ അങ്ങനെ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇതേപോലെ ഒരു സബ്ജക്ട് എത്ര അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ അദ്ദേഹത്തെ. ഹലോ, എന്താ ചെയ്യണ്ടേ? മ്യൂട്ട് ചെയ്ത്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ കണ്ട ലീഡർ ബോർഡ്. ഇത് എന്തെന്ന് പറഞ്ഞാല് ഇവിടെ ഓരോരുത്തർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഒരാൾക്ക് ഒരു ലൈക്ക് കൊടുത്ത അതിന് പോയിന്റ് ഉണ്ട്, കമന്റ് അടിച്ച പോയിന്റ് ഉണ്ട്, വീഡിയോസ് ഇട്ട പോയിന്റ് ഉണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്, എല്ലാത്തിനും ഒരു പോയിന്റ്. ഇപ്പൊ ആദ്യത്തെ ഒരാൾക്ക് 1,41,000 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട പനീഷ്, ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഒരു പ്രൊഫൈൽ അപ്പൊ തന്നെ ഓപ്പൺ ആവും. അയാൾക്ക് ഇത്രയും പോയിന്റ് ഉണ്ട്, അയാൾ ഇത്രയും അവാർഡ് നേടിയിട്ടുണ്ട്, അയാളുടെ ഫോൺ നമ്പർ, അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, പ്ലസ് അയാൾ ഇതേവരെ കമ്മ്യൂണിറ്റി ചെയ്ത എല്ലാ വീഡിയോസും അവിടെ ഉണ്ടാവും. അപ്പൊ ഏതൊരാൾക്കും അയാൾ ജോയിൻ ചെയ്ത് അന്ന് മുതൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ക്ലബിൽ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഒരു കാരണത്തിന് ഒന്നും പോല. അപ്പൊ അവർക്ക് തന്നെ അവരുടെ ഗ്രോത്തും അവരുടെ കാര്യങ്ങളും കംപ്ലീറ്റ് അറിയാനും കാര്യങ്ങളൊക്കെ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എനിവേ ഞാൻ ഇതൊന്നും അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇതിന്റെ എക്സ്പീരിയൻസിനോട് ഞാൻ പറയുന്നതാണ്. കാരണം വെച്ചാൽ ഈ വാട്സപ്പിൽ മാത്രം ഒതുങ്ങിയ ഒരു കൂട്ടായ്മയാകുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം 2000 പേരുടെ ഒരു മെമ്പറിൽ ടീം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മുടെ ക്ലബിൽ ഇപ്പൊ 60 പേരോളം മാത്രമാണ് നമ്മുടെ ക്ലബിലേക്ക് ആക്ച്വലി ഇതൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലും പാടില്ല. നമുക്ക് എപ്പോഴും ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വളർത്തി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും വളർത്തി വലുതാക്കുന്ന ഒരു കാര്യമായിട്ട് മാറ്റണം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇപ്പൊ വളരെ എളുപ്പമാണ്. പഴയ പോലെ എന്താ പ്രൊഫഷണലായിട്ട് ഒരു ആപ്പിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ആപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും, ഏതൊരാളും പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പോലും സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് അതും കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്നും എന്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. മാത്രമല്ല എന്നെ എന്തെങ്കിലും കാര്യത്തിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യണം തോന്നുന്നതായിരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇവിടെ താഴത്ത് എന്റെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. മാർക്കറ്റ് ബിസിനസ് നമ്പറാണ്. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്താണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്ത് എത്രത്തോളം നിങ്ങൾ എന്റെ കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ശരി, വളരെ വളരെ സന്തോഷം. വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി. എന്തായാലും സമയം എന്താ ഒരുപാട് സമയം ഞാൻ കൂടുതലെടുത്തോ? 8:06 കുഴപ്പമില്ല. എന്റെ സമയത്തിൽ ഞാൻ പാലിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കാരണം നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തുടങ്ങി വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സമയത്തിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒറ്റ വാചകമുള്ളൂ: ആക്ഷൻസ് എടുക്കാൻ മുന്നോട്ട് പോവാം. ആക്ഷൻസ് എടുക്കാൻ മുന്നോട്ട് പോവാം. അല്ലാണ്ട് നോളേജിന്, കാരണം ലോകത്തിൽ അത്രയധികം ബുക്സുകളുണ്ട്, അത്രയധികം ട്രെയിനിങ്ങുകളുണ്ട്, അത്രയധികം സെഷൻസ് ഉണ്ട്. ഇത് മുഴുവൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കാനും അതൊക്കെ നല്ല കാര്യമാണ്. നമുക്ക് അത്രയധികം അറിവുണ്ടാവും. പക്ഷേ ആ അറിവ് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അവിടെ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് എപ്പോഴും ആലോചിച്ചോളാം. അപ്പൊ ഇനി മുതൽ ഏതൊരു ട്രെയിനർ വരുമ്പോഴും ഏതൊരു ട്രെയിനറോടെ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒരിക്കൽ കൂടെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ള മനോജ് ഭായിക്കും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സംഘടനകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ മറുപടി പറയാം.